ഖാദി ബോർഡിൽ നിന്ന് രാജി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കിനി മഴക്കെടുതിയുടെ വിവരങ്ങളുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ വീണ്ടും ജാഗ്രത. മൂഴിയാർ ഡാം തുറന്നു. ജലനിരപ്പ് 192 അടിയിലെത്തിയതോടെയാണ് ഡാം തുറന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മുന്നറിയിപ്പുകൾ വന്നിട്ടുണ്ട്. കക്കട്ടാറിന്റെയും പമ്പാ നദിയുടെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. റാന്നിയിലും ആറന്മുളയിലും വീണ്ടും ജലനിരപ്പ് ഉയരുമെന്ന ആശങ്ക. ഡാമിൽ നിന്നുള്ള വെള്ളം 2.5 മണിക്കൂറിനുള്ളിൽ റാന്നിയിലേക്ക് എത്തും. എ വി ജയശങ്കർ ആറന്മുളയിലും കാഞ്ഞിരവേലിയിലുണ്ട്. ജയശങ്കർ, എന്താണ് ആറന്മുളയിലെ അവസ്ഥ? ആറന്മുളയിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടില്ല. ഇനി അടുത്ത സെറ്റ് വെള്ളം ഇപ്പോൾ റാന്നിയിലേക്ക് എത്തും. അവിടെ എത്തിയാൽ പിന്നെ ഒരു ദിവസം കഴിഞ്ഞ് വീണ്ടും ആറന്മുളയിൽ ഇപ്പോൾ കെട്ടി നിൽക്കുന്ന വെള്ളത്തിന് മുകളിലേക്കായിരിക്കും വരിക. ആശങ്കയുണ്ടോ ആറന്മുളയിൽ? ഡോക്ടർ അരുൺ, ഞാനിപ്പോൾ യാത്ര ചെയ്യുന്ന ഒരു JCBയിലാണ്. അപ്പോൾ JCBയും വെള്ളത്തിലൊക്കെ യാത്ര ചെയ്യേണ്ട ഒരു ഗതികേടിലാണ് ആറന്മുളക്കാർ. അത്രമാത്രം വെള്ളം ആറന്മുളയിൽ ഇപ്പോഴും ഉണ്ട്. ഈ പ്രളയം വന്ന, ഇല്ലെങ്കിൽ പ്രളയ സമാന സാഹചര്യം വന്ന 2 ദിവസം കഴിഞ്ഞിട്ടും ഈ വെള്ളം ഇറങ്ങിയിട്ടില്ല. ഇനിയും വെള്ളം കൂടുമെന്നാണ് പറയുന്നത്. കാഞ്ഞിരവേലി പ്രദേശത്താണ് നമ്മളുള്ളത്. ഈ പ്രദേശം ആകെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നൊരവസ്ഥയാണ്. ഏകദേശം ആറന്മുളയിൽ നിന്ന് പ്രധാന റോഡ് വഴി വരികയാണെങ്കിൽ ഏകദേശം 3 കിലോമീറ്റർ പരിധിയാണ്. പക്ഷേ ഇങ്ങോട്ടേക്ക് നമ്മളൊരു 8 കിലോമീറ്ററോളം JCBയിൽ ചുറ്റി വളർന്നാണ് വന്നത്. ആ ദൃശ്യങ്ങൾ നമ്മുടെ ക്യാമറ വീഡിയോ ജേർണലിസ്റ്റ് വിനയ് രാജ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണിച്ചു തരും. ഒരു വീട് ഒന്നാകെ മുങ്ങിയിരിക്കുകയാണ്. അത്രമാത്രം വെള്ളം, അതായത് 2 ആൾ പൊക്കത്തിലൊക്കെ വെള്ളമുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ഇറങ്ങാൻ പറ്റാത്ത അത്രമാത്രം വെള്ളമുണ്ട്. JCBയിലാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിയത്. ആളുകളുടെ സ്വപ്നം, പ്രതീക്ഷകൾ അതൊക്കെ തന്നെ ആകെ വെള്ളത്തിലായി. നമുക്ക് ഈ സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇത് ഒരു നദിയോട് ചേർന്നുള്ള നദിയാണെന്നൊക്കെ. പക്ഷേ ഇതൊന്നും നദിയല്ല ഡോക്ടർ അരുൺ. ഇതൊക്കെ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് മാത്രം വെള്ളം കയറിയ, ആളുകൾ നടന്നുകൊണ്ടിരുന്ന, ആളുകൾക്ക് കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്രദേശമൊക്കെയാണ്. ആ സ്ഥലത്താണ് ഇങ്ങനെ ഭീകരമായി വെള്ളം കയറിയിരിക്കുന്നത്. ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. കാഞ്ഞിരവേലി പ്രദേശമാണ്, ആറന്മുള പരിസരം തന്നെയാണ്. ഇങ്ങോട്ടേക്കൊക്കെ എത്തണമെങ്കിൽ 8 കിലോമീറ്റർ ചുറ്റി വളയേണ്ട ഒരു അവസ്ഥ ഉണ്ട്. എന്തായാലും നമ്മൾ വളരെ സാഹസികമായി JCBയിലൊക്കെയാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. അത്രമാത്രം ഈ പ്രദേശത്തൊക്കെ വെള്ളമുണ്ട്. ഇനിയിപ്പോൾ മൂഴിയാർ ഡാം തുറന്നിരിക്കുകയാണ്. 15 സെന്റിമീറ്റർ വീതമാണ് വെള്ളം വരുന്നത്. അത് കക്കാട്ടാറിലേക്കും പിന്നീട് പമ്പാ നദിയിലേക്കും ആ വെള്ളം എത്തിച്ചേരും. ഇതിനോടകം തന്നെ ഈ റാന്നിയിലൊക്കെ രാവിലെ പെയ്ത മഴയുടെ പ്രളയജലം അത് ആറന്മുളയിലേക്ക് വരാനുണ്ട്. ആറന്മുളയിൽ ഇതിനോടകം തന്നെ ജലനിരപ്പ് ഉയർന്നു. ഇന്നലെ വെള്ളം ഇറങ്ങിയ പല പ്രദേശങ്ങളിലും വീണ്ടും വെള്ളം കയറുന്ന അവസ്ഥയായി. നമുക്ക് അത്രമാത്രം ഭീകരമാണ് ഡോക്ടർ അരുൺ. നമുക്ക് ഈ 2018 പ്രളയത്തിന് സമാനമാണ് അവസ്ഥ എന്നാണ് ഈ നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത്. അത്രമാത്രം വെള്ളം പലയിടങ്ങളിലും ഉണ്ട്. നമ്മൾ ഈ ആറന്മുള ക്ഷേത്ര പരിസരത്ത് നിന്ന് വിട്ട് അങ്ങോട്ടേക്ക് പോയാൽ കിലോമീറ്ററുകൾ കണക്കിന് സ്ഥലത്ത് ഇത്തരത്തിൽ വലിയ തോതിൽ വെള്ളക്കെട്ടാണ്. ഈ പ്രദേശവാസികളൊക്കെ തന്നെ വലിയ ആശങ്കയിൽ തുടരുന്ന സാഹചര്യമാണ്. എന്തായാലും നമ്മൾ JCBയിൽ കൊണ്ടുവന്ന ചേട്ടൻ, ഈ പ്രദേശവായ ചേട്ടനുണ്ട്. ചേട്ടാ, ഭീകരമാണല്ലേ? ഭീകരാവസ്ഥ തന്നെയാണ്. ഈ കണ്ടില്ലേ, ഇപ്പോൾ 4 വീടാണ് നിൽക്കുന്നത്. 4 വീട് പൂർണ്ണമായി മുങ്ങി തറന്നേക്കുവാണ്. ഇത് ആറന്മുള കുഴിക്കാല റോഡാണ്. ആറന്മുള കുഴിക്കാല റോഡാണ് ഈ പോയേക്കുന്നത്. ഇവിടുത്തെ ഒരു 4-5 വീടുണ്ട്. നമ്മൾ സഞ്ചരിക്കുന്ന റോഡിലൂടെയാണോ? നമ്മൾ റോഡിൽ കൂടെയാണ് പോകുന്നത്. ഇത് മെയിൻ റോഡാണ്. ആറന്മുള കുഴിക്കാല റോഡാണ് മെയിൻ റോഡ്. എലവന്തട്ടയ്ക്ക് പോകുന്ന റൂട്ടാണിത്. ബസ് പോകുന്ന റൂട്ടാണിത്. ഇതിൽ 4-5 വീട് കണ്ടില്ല, അത് പൂർണ്ണമായി മുങ്ങി പോയി കഴിഞ്ഞിരിക്കുന്നു. അങ്ങോട്ട് കണ്ടില്ല, അവിടെ എല്ലാം വീടുകൾ മുങ്ങി മൊത്തം മുങ്ങിയാണ്. ആൾക്കാർക്ക് വരാനൊന്നും പോകാൻ സാഹചര്യമൊന്നുമില്ലാത്ത റൂട്ടാണ് ഈ റൂട്ട്. ചുറ്റപ്പെട്ട് കഴിഞ്ഞു വെള്ളമുണ്ട്. ഇനി മൂഴിയാർ ഡാം തുറന്നെന്ന് പറയുന്നത് കേട്ടു. തുറന്നാൽ ഈ വീട് പൂർണ്ണമായി നശിക്കുന്ന അവസ്ഥയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 2018 പ്രളയത്തിന് അതിന് സമീപമായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ഡോക്ടർ അറിയണം, അത് തന്നെയാണ് 18 പ്രളയത്തിന് സമാനമായ അവസ്ഥ. നമുക്ക് ആ മരച്ചില്ല ഇടയിലൂടെയൊക്കെ തന്നെ ഒരു വീടൊക്കെ കാണാൻ സാധിക്കും. ആ വീട് പൂർണ്ണമായും മുങ്ങിയിരിക്കുന്ന ഒരവസ്ഥയാണ്. ആ വീടിൻ്റെ വളരെ കുറച്ച് ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. ആ വീടൊക്കെ പൂർണ്ണമായി മുങ്ങി. അങ്ങനെ ആറന്മുളയിൽ സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധി, ഒരു അപകട സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇത് പ്രധാന റോഡാണ്. നമുക്ക് ഈ JCBയിൽ എത്താൻ പറ്റുന്ന ഈ പ്രളയജലത്തിലെ പരമാവധി സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. കാരണം അത്രമാത്രം വെള്ളമാണ്. ഒരു നദി പോലെ ഈ പ്രദേശത്ത് വെള്ളം കയറിയിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്നത് തന്നെ പ്രധാനപ്പെട്ട ഈ ഇലവന്തിട്ടയിലേക്ക് പോകുന്ന ബസ് റൂട്ടിലാണ് നിൽക്കുന്നത്. ആ ബസ് റൂട്ട് പോലും ഏത് ബസ് റൂട്ട്, ഏത് പുഴ, ഏത് നദി എന്നറിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ വിശദീകരിക്കാൻ വയ്യാത്ത വലിയ ദുരന്തമാണ് ആറന്മുളയെയും പത്തനംതിട്ടയൊക്കെ തേടി എത്തിയിരിക്കുന്നത്. ഇനിയും വെള്ളം ഒഴുകി ആറന്മുളയിലേക്ക് വരാനുണ്ട്. അപ്പോൾ എന്താകുമെന്ന് ഒരു പിടിയുമില്ലാത്ത അവസ്ഥയാണ്. അത്രമാത്രം വേദന ഡോക്ടർ ഉണ്ടാക്കുന്ന ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ വീടൊക്കെ തന്നെ, ഒരു വീട് തന്നെ ഏറെക്കുറെ ഇനിയൊരു 10 അടി കൂടിയൊക്കെ വെള്ളം വന്നാൽ വീട് പൂർണ്ണമായിട്ടും, ആ മരച്ചില്ല അപ്പുറത്തെ ഒരു വീടുണ്ട്, ആ വീട് മുങ്ങുന്ന ഒരു സാഹചര്യം ഇനിയുണ്ട്. ഒരു 10 അടി പിന്നോട്ട് പോയാൽ ഇനി ആ വീട് പൂർണ്ണമായും മുങ്ങുന്നൊരു അവസ്ഥയാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ ദുരിതമാണ്. ഇപ്പോൾ ഈ ഡാമൊക്കെ തുറന്നു, ആ വെള്ളം കൂടി ഇങ്ങോട്ടേക്ക് എത്താനുണ്ട്. ഒപ്പം റാന്നിയിൽ നിന്നും ഇന്നലെ രാത്രി പെയ്ത മഴയുടെ വെള്ളം ആറന്മുളയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 7-8 മണിക്കൂർ എടുക്കും ഈ റാന്നിയിൽ നിന്ന് ഈ വെള്ളം ഇങ്ങോട്ടേക്ക് ആറന്മുളയിലേക്ക് എത്താൻ. അപ്പോൾ അത്രയും സമയമുണ്ട്. അപ്പോൾ കൂടുതൽ ജാഗ്രത വേണം, കാര്യങ്ങൾ തുറന്ന് പറയുക തന്നെ വേണം എന്നാണ് PC വിശ്വനാഥ് രാവിലെ പറഞ്ഞത്. കാരണം അത്രയും ഭയാനകമായ അവസ്ഥ. ദൃശ്യങ്ങൾ കാണാം ഡോക്ടർ അരുൺ. ആ വീടിൻ്റെ
90% മുങ്ങി. ഇനി മേൽക്കൂര മാത്രമേ മുങ്ങാനുള്ളൂ. ഒരു മഴ കൂടി വന്നാൽ കുറച്ചുകൂടി വെള്ളം പമ്പയാറിൽ കൂടിയാൽ ആ വീട് പൂർണ്ണമായി മുങ്ങും. ഇതാണ് ഓക്കെ, ജയശങ്കറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആറന്മുളയിലുള്ള കാഞ്ഞിരവേലി എന്ന സ്ഥലത്താണ് പ്രളയ സമാനമായ സാഹചര്യം തന്നെയാണ്. ഏകദേശം 80-90% ഒക്കെ വീടിൻ്റെ മേൽക്കൂരയ്ക്ക് താഴെ വരെ മുങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ്. JCBയിലാണ് റിപ്പോർട്ടർ വാർത്താ സംഘം ഇപ്പോൾ ഈ സ്ഥലത്തൂടെ യാത്ര ചെയ്യുന്നത്. അത്യന്തം ദുർഘടമായ പ്രദേശത്ത് നിന്നുകൊണ്ടാണ് ജയശങ്കറും നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റും ദൃശ്യങ്ങൾ പകർത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. JCBയിലാണ് ഇരിക്കുന്നത്. അവിടെ നിന്ന് ആ കാഴ്ചകൾ കാണാം. അവിടെയുള്ള ആൾക്കാർ, ജയശങ്കർ, ഇവിടെയെങ്കിലും ആരും ഇനി ഇല്ലല്ലോ അല്ലേ? ആരും ഈ പരിസരത്ത് താമസിക്കുന്നില്ലല്ലോ. എല്ലാവരെയും ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയിട്ടില്ലേ? ഡോക്ടർ അരുൺ, പരമാവധി ആളുകളെ ഇവിടെ നിന്ന് ഈ പ്രദേശത്ത്, ഈ വെള്ളം കയറിയ മേഖലയിലെ ആളുകളെ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ സമീപ പ്രദേശത്ത് കുറച്ച് ആളുകൾ, നാട്ടുകാരൊക്കെ തന്നെ ഈ ബൈക്കിലൊക്കെ വന്നിട്ടുണ്ട്. പരമാവധി ആളുകൾ ആ മുങ്ങിയ വീടുകളിലെയും അതിൻ്റെ പരിസര പ്രദേശത്തും ഇനി വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലത്തേക്ക് ആളുകളെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും കുറച്ച് നാട്ടുകാരൊക്കെ തന്നെ ഇവിടെയുണ്ട്. നമുക്ക് ഈ വീടൊക്കെ കാണാൻ ഡോക്ടർ അരുൺ, ഇതൊക്കെ നമ്മൾ നേരത്തെ പോയതിൻ്റെ കുറച്ച് ഇപ്പോൾ ഇങ്ങോട്ടുള്ള സ്ഥലമാണ്. ഈ വീടൊക്കെ തന്നെ ഭീകരമായി നമ്മളിങ്ങനെ ഇറങ്ങിയാൽ, ഡോക്ടർ അരുൺ കാണാം, ഇറങ്ങിയാൽ മുങ്ങുന്ന അവസ്ഥയാണ്. അതായത് അരവരെയൊക്കെ വെള്ളം വരാവുന്ന അതിഭീകരമായൊരു അവസ്ഥയിലാണ് കാര്യങ്ങൾ കിടക്കുന്നത്. അതായത് ഇവിടെ പ്രളയ സമാന സാഹചര്യം ആണോ എന്ന് ചോദിച്ചാൽ പ്രളയ സാഹചര്യം എന്ന് തന്നെ പറയേണ്ട ഒരു അവസ്ഥ. അത്രമാത്രം വെള്ളം ഇടിച്ച് ആറന്മുളയിലേക്ക് വന്നു. അതും ഡോക്ടർ അരുൺ ശ്രദ്ധിക്കണം, ഒരു രാത്രി കൊണ്ടാണ്. രാത്രി 12 മണിക്ക് ശക്തമായ മഴ ഉണ്ടായിരുന്നു. പുലർച്ചെ ആകുമ്പോഴേക്കും ഈ പ്രദേശം മുഴുവൻ വെള്ളത്തിലാകുന്ന സാഹചര്യമാണ്. കുറച്ച് നാട്ടുകാരൊക്കെ തന്നെ ഇവിടെ കൂടി നിൽക്കുന്നുണ്ട്. ഈ വെള്ള മേഖലയുടെ കുറച്ച് അപ്പുറത്തുള്ള ആളുകളാണ്. അവർ മാറിയിട്ടില്ല. ചേട്ടാ, ഭീതിപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ്. ഒന്നാമത്തെ കാര്യം, കറണ്ടില്ല. ഞങ്ങൾക്ക് ഇങ്ങോട്ട് പുറത്തോട്ട് പോകാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല, വാഹന സൗകര്യം ഇല്ല. എല്ലാ റോഡുകളും മുങ്ങി കിടക്കുകയാണ്. ഒരു മെഴുകുതിരി പോലും ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. ഈ മേഖലയിൽ വെള്ളം കയറാത്ത സ്ഥലങ്ങളിൽ ആളുകൾ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം കറണ്ടില്ല, ഒപ്പം തന്നെ സാധനങ്ങളൊന്നും കിട്ടാനില്ല. ഇപ്പോൾ 3 കടയാണുള്ളത്. കടയിലെ ഒട്ടുമിക്ക സാധനങ്ങളെല്ലാം തീർന്ന്, മെഴുകുതിരിയില്ല, അരിയൊക്കെ തീർന്നുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ രീതി തുടരുവാണെങ്കിൽ വലിയ പ്രയാസമാണ്. നിങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഇനിയും വെള്ളം വന്നാൽ മാറേണ്ടി വരില്ലേ? അല്ല, ഞങ്ങൾക്ക് മാറാന്ന് വെച്ചാൽ ഈ വീടുകളിൽ താമസിക്കാൻ കുഴപ്പമില്ല. ഈ ഏരിയയിലുള്ള കുറച്ച് ഹൈറ്റുള്ള പ്രദേശമാണ്. പക്ഷേ താഴോട്ടുള്ളവർ ഓൾറെഡി മാറിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പെന്ന് പറയാൻ അവരിവിടെ വന്ന് കൊണ്ടുപോകണം. നമ്മൾ നമുക്കിപ്പം പോകാൻ നമുക്കൊരു സാഹചര്യം ഇല്ല. ഞങ്ങൾ തന്നെ 8 കിലോമീറ്ററോളം JCB ചുറ്റിയാ വന്നതാണ്. അപ്പം വാഹന സൗകര്യം ഇല്ല ഇവിടുന്ന് പോകാൻ. അപ്പോൾ അതിനുള്ള സാഹചര്യം നമുക്ക് PC വിശ്വനാഥന്റെ ശ്രദ്ധയിൽപ്പെടുത്താം. ആളുകളുണ്ട്. അതായത് ഈ PC ഒന്ന് വിളിക്കാം. ജയശങ്കർ, ഈ സ്ഥലം ഏതാണ്? അതായത് ഡോക്ടർ അരുൺ, ഈ ആറന്മുള ചുറ്റുവട്ടത്ത് തന്നെയുള്ള സ്ഥലം. ചേട്ടാ, ഈ പ്രാദേശികമായ സ്ഥലത്തിന് എന്താണ് പറയുക? ഇത് കാഞ്ഞിരവേലി കുറുന്ത. ഡോക്ടർ അരുൺ, ഈ കാഞ്ഞിരവേലി തന്നെ കുറുന്ത എന്ന് പറയുന്ന പ്രദേശമാണ്. കുറച്ച് ഉയരമുള്ള പ്രദേശമായതിനാലാണ് ഇങ്ങോട്ടേക്ക്, ഈ ഭാഗത്തേക്ക് വെള്ളം കയറാത്ത. ഇവിടുത്തെ ആളുകളൊക്കെ ഇവിടെയുണ്ട്. പക്ഷെ അവർ നേരിടുന്ന പ്രധാന പ്രശ്നം അവർ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, കറണ്ടില്ല. 2, സാധനങ്ങൾ കിട്ടാനില്ല. കാരണം ഇവിടെ 1-2 കടകളുള്ളൂ, അതൊക്കെ അടച്ചു. ഈ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ ഇതിനോടകം തന്നെ വെള്ളത്തിലായി. കാഞ്ഞിരവേലി കുറുന്ത പ്രദേശത്താണ്. എന്തായാലും ചേച്ചി, വലിയ ബുദ്ധിമുട്ടല്ലേ? കുഞ്ഞുങ്ങൾ 2 പേരുണ്ട് കേട്ടോ. ഇല്ല, വിളിച്ചു ഇല്ല, എന്താ ചെയ്യാന്. 3 ദിവസമായില്ല കറണ്ട്? 3 ദിവസമായി. ഇന്ന് ശരിയാവുമെന്ന് അറിയില്ല. ഇനി വെള്ളം കൂടുന്നാ പറയും. ഇനി വെള്ളം കൂടുമെന്നാ പറയുന്നത്. ഇനി ഡാം എല്ലാം തുറന്ന് വിടുന്നെന്നാ പറയുന്നത്. ഹൈറ്റുള്ള പ്രദേശം ആയതുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെ ജീവിച്ചു പോകാൻ പറ്റുന്നത്. അതുകൊണ്ടൊക്കെ ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ നിൽക്കുന്നു കുഞ്ഞുങ്ങളൊക്കെ. അതുപോലെ വെള്ളം കറണ്ട് ഒന്നും ഇല്ലാണ്ട് 1 ദിവസമായി ഇരുട്ടത്തൊക്കെ ഇരിപ്പാ. എന്താ ചെയ്യാൻ, വെളിയിലിട്ട് ഇറങ്ങാനും ഒക്കെ ഒന്നുമില്ല. കടകളിലങ്ങ് സാധനങ്ങളെല്ലാം തീർന്നിരിക്കുക. അതുകൊണ്ട് വെള്ളമൊക്കെ ഫുള്ള് കയറിയല്ലോ. പേടിയാവുന്നുണ്ടോ? ഇല്ലേ? പേടിയില്ലേ? പേടിയാണോ? നീന്താ അറിയോ? നീന്താൻ പഠിക്കണ്ടേ? വേണം, പഠിക്കണം കേട്ടോ. ആറന്മുളക്കാരൊക്കെ നീന്താൻ പഠിക്കണം കേട്ടോ. എന്തായാലും ഡോക്ടർ അരുൺ, വലിയ പ്രതിസന്ധിയാണ് ഈ ജനങ്ങൾക്ക്. ഇവർക്ക് അത്യാവശ്യമായി വേണ്ടത് കുറച്ച് വെള്ളവും ഒപ്പം തന്നെ സാധനങ്ങളൊക്കെ തന്നെയാണ് വേണ്ടത്. ഡോക്ടർ മിനിസ്റ്റർ PC വിശ്വനാഥ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ആറന്മുളയില് കാഞ്ഞിരവേലി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കുറച്ചധികം ആളുകൾ കുടുങ്ങി കിടപ്പുണ്ട്. അവർ ശരിക്കും വീട്ടിലല്ല, അവരുടെ വീട്ടിൽ വെള്ളം കയറിയിട്ടില്ല. കാരണം അത് കുറച്ച് ഉയരത്തിലുള്ള പ്രദേശമാണ്. അപ്പോൾ അവിടെ 2-3 കടകളെ ഉണ്ടായിരുന്നുള്ളൂ. ആ കടയിൽ സാധനങ്ങളെല്ലാം തീർന്നു. അതായത് മെഴുകുതിരി ഇല്ല, അതേപോലെ അത്യാവശ്യം അവർക്ക് സർവൈവ് ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ അവിടേക്ക് എത്തിക്കണം. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് പുറത്തേക്ക് വരാൻ പറ്റില്ല. ചുറ്റുപാടും വെള്ളം കയറി കിടക്കുകയാണ്. അപ്പോൾ JCBയിലൊക്കെയാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി AV ജയശങ്കർ അവിടെ പോയി വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ കാഞ്ഞിരവേലി എന്ന സ്ഥലം മിനിസ്റ്ററുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. കാഞ്ഞിരവേലിയിലേക്ക് അടിയന്തരമായിട്ട് കുറച്ച് മെഴുകുതിരിയും, കാഞ്ഞിരവേലി കുറുന്ത എന്ന് പറയുന്ന സ്ഥലമാണ്. കാഞ്ഞിരവേലി കുറുന്ത എന്ന സ്ഥലത്തേക്ക് അടിയന്തരമായി കുറച്ച് മെഴുകുതിരിയും കുറച്ച് ഭക്ഷ്യസാധനങ്ങളും ഈ പറയുന്ന സംവിധാനം ഉപയോഗിച്ച് മിനിസ്റ്റർ അവിടേക്ക് എത്തിക്കണം. ആറന്മുള കാഞ്ഞിരവേലി എന്ന സ്ഥലത്ത് നിന്നുള്ള ആളുകളുടെ പ്രതികരണമാണ് കണ്ടത്. മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തും. മിനിസ്റ്റർ നമ്മൾ ടെലിഫോണിൽ ട്രൈ ചെയ്തെങ്കിലും കിട്ടിയില്ല. മിനിസ്റ്റർ പ്രത്യേകം ശ്രദ്ധിക്കുക. കാഞ്ഞിരവേലി കുറുന്ത എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ ചുറ്റുപാടും പ്രളയമാണ്. അവിടേക്ക് ആളുകൾക്ക് പോകാൻ കഴിയുന്നില്ല. ആ സാഹചര്യമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ ദൃശ്യങ്ങൾ കാണാം. മൊത്തം ഇങ്ങനെ വെള്ളം കയറി കിടക്കുകയാണ്.
അപ്പോൾ താങ്ക് യു ജയശങ്കർ. അപ്പോൾ ഇത് നമ്മളെ മിനിസ്റ്ററുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നതായിരിക്കും. ജയശങ്കർ കൂടി ഒന്ന്